എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ അധ്യാപക അനധ്യാപക മഹാസംഗമം 2026 ഡിസംബർ 20 പാലാ കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9 മുതൽ ഉച്ചവരെ നടത്തുകയാണ്. കോർപ്പറേറ്റ് മാനേജറും അതുപോലെ പാലാ രൂപതയുടെ മെത്രാനുമായ മാർ ജോസഫ് കലവനാട്ട് പിതാവ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനും ശാസ്ത്രജ്ഞനും അതുപോലെ സാമൂഹ്യ രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകുന്നതുമായ TP ശശികുമാർ അന്നേ ദിവസം അധ്യാപകർക്ക് വേണ്ടി ക്ലാസ് നയിക്കുന്നതാണ്. 2500-ലധികം അധ്യാപകരും അനധ്യാപകരും ഈ സമ്മേളനത്തിൽ ഒന്നുചേരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് 2025-26 അക്കാദമിക വർഷം മികവുകൾ നേടിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും വിവിധങ്ങളായ അവാർഡുകൾ സമ്മാനിക്കുന്നു. ഏറ്റവും മികച്ച പ്രഥമാധ്യാപകർക്കുള്ള ഗോൾഡൻ ലീഡർ അവാർഡ്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, പ്രൈമറി തലത്തിൽ മികവുകൾ നേടിയ പ്രഥമാധ്യാപകർക്ക് അവാർഡുകൾ നൽകുന്നു. അതുപോലെ LP വിഭാഗം, UP വിഭാഗം, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ഏറ്റവും മികച്ച അധ്യാപകർക്ക് അവാർഡുകൾ നൽകുന്നു. ഇനിയും അനധ്യാപക വിഭാഗത്തിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത് മികവുകൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിക്കും അവാർഡ് നൽകുന്നതാണ്. അതുപോലെ പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളുകൾക്കും ഗോൾഡൻ സ്കൂൾ എന്ന പേരിൽ അവാർഡ് നൽകുന്നതാണ്. കൂടാതെ കൃഷി, ലഹരി, കരിയർ ഓറിയൻറ്റേഷൻ, ഭാഷാ പരിശീലനം എന്നീ മേഖലകളിലും മികവുകൾ നേടിയിട്ടുള്ളവർക്ക് അവാർഡുകൾ ഈ വേദിയിൽ വെച്ച് നൽകുന്നതാണ്. പാലാ രൂപതയിലെ അധ്യാപകരുടെ അനധ്യാപകരുടെയും കൂട്ടായ്മയും സ്നേഹവും ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ്. ലഹരി ഉപയോഗം തടയുക എന്ന ഉദ്ദേശത്തോടെ സ്കൂൾ തലത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് പാലാ അഡാർട്ടുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ലഹരി വിരുദ്ധ അഡാർട്ട് അവാർഡ്. 4 വിഭാഗങ്ങളിലായിട്ടാണ് ഈ അവാർഡുകൾ നൽകുന്നത്. LP വിഭാഗം, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. ഈ 4 തലത്തിലുള്ള സ്കൂളുകൾക്ക് അവാർഡ് നൽകുന്നതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് മികച്ച ആനിമേറ്റർ ആയി പ്രവർത്തിച്ചിട്ടുള്ള 4 തലത്തിലെയും അധ്യാപകർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കാർഷിക മേഖലയോട് ആഭിമുഖ്യം ഉണ്ടാകുന്നതിനും സ്വയമായ വീടുകളിൽ അതുപോലെ തന്നെ സ്കൂളുകളിലും കൃഷി വികസിപ്പിക്കുന്നതിനും വേണ്ടി 4 വിഭാഗങ്ങളിലായിട്ട് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ നന്നായി കൃഷി നടത്തിയ കുട്ടികൾക്കുള്ള അവാർഡുകളും സ്കൂളുകൾക്കുള്ള അവാർഡുകളും മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ, കർഷക അധ്യാപക കുട്ടികൾക്കുമുള്ള അവാർഡുകൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പ്രൈമറി വിഭാഗത്തിലായിട്ട് നൽകുകയാണ്. ഭാഷാ ശാക്തീകരണ അവാർഡ് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സെന്റ് ലിറ്റിൽ ത്രേസ്യ LPS ഭരണങ്ങാനം. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് LPS രാമപുരം. അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഫ്യൂച്ചർ റെഡി ക്യാമ്പസ് അവാർഡ്, അതായത് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയതിന് ആയിട്ട് ബന്ധപ്പെട്ടാണ് നൽകിയിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ്. അതിൻ്റെ ബെസ്റ്റ് ആനിമേറ്റർക്ക് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ നിജോയ് പി ജോസ്, സെൻറ് തോമസ് HSS പാല.